ഹലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്നാം തീയതി വെയിറ്റ് ലോസ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഞാൻ ഷോർട്സിലൂടെ ആയിട്ടും ലോങ് വീഡിയോ ആയിട്ട് കഴിഞ്ഞ 1-2 ലോങ് വീഡിയോയിലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് സുഖമില്ലാതായി. പിന്നെ ആദ്യം അതിൻ്റെ മുന്നേ പനിയൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ മാറി റെഡിയായി ഓക്കെ ആയി. ഞാൻ അങ്ങനെ വന്ന് വെയിറ്റ് ലോസിൻ്റെ ചലഞ്ചൊക്കെ തുടങ്ങിയതായിരുന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമല്ലോ അല്ലേ. അപ്പോൾ അത് മോളൂന് പനിച്ചിട്ട് പിന്നെ വന്നതായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ എൻ്റെ മക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി അതെനിക്ക് പ്രത്യേകിച്ചും പനി അത് പെട്ടെന്ന് കിട്ടുന്നൊരു ടൈപ്പാണ്. അതൊക്കെ ഇപ്പോൾ മാറിങ്ങ വരുന്ന ആ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടി. അതുകൊണ്ട് വീണ്ടും മരുന്നും ഗുളികയൊക്കെ ആയി. അപ്പോൾ ഞാൻ അത് കുടിക്കുന്നത് കൊണ്ട് നമ്മളെ ഒരു 5 മണിക്ക് ഫുഡ് നിർത്തലായിരുന്നല്ലോ. അത് പിന്നെ എനിക്ക് രാത്രി ഒരു 8 മണി വരെയൊക്കെ നിൽക്കേണ്ടി വന്നു. കാരണം 8 മണിക്ക് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ആയി. അതോട് പ്രോപ്പറായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു ഡയറ്റിന് അതേപോലെ എനിക്ക് ഈ ഒരാഴ്ച ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോളും നീനൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് പുറത്ത് പോകലും അങ്ങനെയുള്ള ഒരു എന്താ പറയുക ചീറ്റ് വീക്കായിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാനിതാ ഇത് 30-ാം തീയതി, അതായത് പിന്നെ ജൂൺ 30-ാം തീയതിത്തെ വീഡിയോ ആണ്. 1-ാം തീയതി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 30-ാം തീയതി വീഡിയോ എടുത്തതാണ്. ഇന്ന് മുതലാണ് ഞാൻ വീണ്ടും നല്ല സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്. നിങ്ങൾക്ക് ഡെയിലി ഇടാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങോട്ട് നടക്കുന്നില്ല കേട്ടോ. ഇനി ഒന്നരാടെങ്കിലും ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഏതായാലും നോക്കട്ടെ, കഴിയുന്നതും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന. ഇനി പിന്നെ തെറ്റാതെ ഒരു അസുഖം വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് മാറിയത്. അല്ലെങ്കിൽ ഇന്നലെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പോവുകയെന്നും ഒരു കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ നല്ല രീതിയിൽ വെയിറ്റ് ഓരോ കിലോനും 1/2 കിലോനൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറഞ്ഞിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് കുറക്കാനുള്ള പരിപാടിയൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് ഫുഡൊക്കെ പട്ടിണി കിടന്ന് അങ്ങനെയൊന്നുമല്ല. നമ്മൾ നോർമലായിട്ട് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് കുറക്കാനുള്ള നമുക്കൊരു 5-6 മാസത്തിനുള്ളിൽ കുറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഇങ്ങനെ കാണിക്കാം, വെയിറ്റിൻ്റെ കുറഞ്ഞതും കൂടിയതൊക്കെ കാണിക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനും. അപ്പോൾ ഏതായാലും നമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പുട്ടും ചിക്കൻ കറി ഉണ്ട്. അത് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. അത് പിന്നെ ചൂടാക്കിയിട്ട് ഇതുമൂന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു കേട്ടോ. ഇന്നലെ രാത്രി ഇടണം വിചാരിച്ച് പിന്നെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എണീറ്റപ്പം ഞാനിങ്ങനെ എന്താ ഉണ്ടാക്കാമെന്നിങ്ങനെ നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിലൊരു 3-4 കഷ്ണം മത്തി ചാളമീൻ ഉണ്ടല്ലോ അതുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വേഗം അതങ്ങോട്ട് എടുത്തിട്ട് മുളകിടണം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയതാണ്. അപ്പോൾ അതാ ഒരു കുറ്റി പുട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതും ഫുഡ് സ്കൂൾക്ക് ലഞ്ച് കൊണ്ടുപോവാണെന്ന് പറഞ്ഞു. നോക്ക് ഇങ്ങനെ സ്കൂളിൽ നിന്ന് എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ടേ അവർക്ക് ഭയങ്കര കുന്നാണ്. ഇപ്പം നല്ല കുന്നാണ്, സ്കൂൾക്ക് പോകുന്ന വഴി ഒരു കുന്നാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇറങ്ങാനും അങ്ങനെ ഭയങ്കര വെളുക്കലൊക്കെയാണ്. അതായത് ഇങ്ങനെ വഴുതി വീഴുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ ഉച്ചയുടെ സമയമായിരിക്കും മഴ പെയ്യുക, പിന്നെ കൊണ്ടുവരണം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തൽക്കാലം എന്നാലും ഈ മഴൻ്റെ ഒരു സമയം നമുക്ക് പിന്നെ ഉച്ചക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഫ്രണ്ട്സുകളപ്പോൾ കഴിക്കാണ്ട്. അപ്പോൾ ഇന്ന് മുതലാണ് അത് സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ ഇതുവരെയൊക്കെ വീട്ടിലേക്ക് വരുമായിരുന്നു. പക്ഷേ ആ ഉച്ച ടൈമിൽ ആ 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ 1 മണി വിട്ട് 2 മണി വരെയാണ് കേട്ടോ ഉള്ളത് ആ ഒരു ഒഴിവുള്ളത്. 1 മണിക്ക് അവിടുന്ന് വിട്ടാൽ 1:15 ആകും വീട്ടിലെത്താനും. 1:30 ആകുമ്പോൾ ഫുഡ് കഴിച്ച് 1:45 ആകുമ്പോൾ. അപ്പോൾ തീരെ ഒന്നിനും ടൈമും ഇല്ല. പിന്നെ അപ്പോൾ പിന്നെ അവളോട് അവിടുന്ന് കഴിക്കാൻ പറഞ്ഞു. വെയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, അങ്ങനെ നടന്ന് പോകുന്നത് നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ലഞ്ച് ബോക്സും പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മീൻകറിയും ഒക്കെ പുട്ടും മീൻകറിയും കൊടുത്തു കേട്ടോ. ഞാൻ ഇത്തിരി ചിക്കൻ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തില്ല. കാരണം അത് സ്കൂൾക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. മീൻകറി ആകുമ്പോൾ സ്കൂൾക്ക് കൊണ്ടുപോകാൻ നല്ലതല്ലല്ലോ. അപ്പോൾ നല്ലതെന്നല്ല, നമുക്ക് കൈയൊക്കെ ഒരു മണമല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ചിക്കൻ കറി കൊടുത്തേക്കാന്ന്. അങ്ങനെ ഓളിത് മീൻകറിയും പുട്ടൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ കണ്ടതാ ഈ ഒരു ഭാഗത്തോട്ട് തലൻ്റെ നെറ്റിൻ്റെ അവിടെ ഇപ്പോഴും നല്ല തലവേദന ഉണ്ടെങ്കിൽ തോന്നുന്നു. അവിടെയൊക്കെ നല്ല നീര് പോലെ ഈ ഇതുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു കഫക്കെട്ടിൻ്റെ ഒരാളാണ് ഞാൻ. അതിക്ക് വെയിറ്റ് കൂടുമ്പോഴാണ് എനിക്ക് കഫക്കെട്ട് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. ഒരു 100 കിലോനാണ് കൂടി കഴിഞ്ഞാൽ എനിക്ക് ടോൺസസിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഒക്കെ വരും. ആ വെയിറ്റ് കുറഞ്ഞാൽ തീരാവുന്ന ആ ഒരു പ്രശ്നമാണ്. ഒരു 95 ആയിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഇതും ഞാനും അപ്പോൾ അങ്ങനെ രണ്ടാളും ഇങ്ങനെ ഇരുന്ന് ഓള് ഫുഡ് കഴിക്കണത് നോക്കി ഇരിക്കുകയായിരുന്നു കേട്ടോ. പുട്ടായതുകൊണ്ട് നമുക്കവിടെ അടുപ്പത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് ആവി വന്ന് രണ്ടാമത്തെ കുറ്റിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുത്തി മാറ്റുന്നുണ്ട്, അടുത്ത കുറ്റിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഓള് പുട്ട് തന്നെ കൊണ്ടുപോയി അങ്ങനെയൊക്കെ പാക്കൊക്കെ ചെയ്ത് ചോറൊക്കെ ലഞ്ച് ബോക്സൊക്കെ പാക്കാക്കി ഓളുടെ പോയിട്ടുണ്ട് കേട്ടോ. ഓളെ ഇറങ്ങുന്ന ടൈം ഉളപ്പച്ച് വന്ന്
അതിൽ അങ്ങനെയല്ല ഒളപ്പിച്ച് വരാൻ വേണ്ടി കാത്തിക്കുന്നോള് മുട്ടുംകാലിൽ ചെറിയൊരു മുറിവുണ്ട്. അപ്പോൾ ആ മുറിവുള്ളതുകൊണ്ട് മുട്ടുവേദന എന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മേ എന്തൊരു ഓവറാക്കലറിയോ. അതുകൊണ്ട് അവള് പിന്നെ ഒന്ന് ഒളപ്പിച്ചാക്കി കൊടുക്കാൻ പോയി. അപ്പോൾ മൂപ്പര് പോയ സമയത്ത് ഞാൻ ഇവിടെ എല്ലാം നമ്മൾ മീൻകറിയും പുട്ടൊക്കെ ഇവിടെ കൊണ്ടേ വെച്ചു. ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കടുപ്പത്തിലുള്ള ഒരു ചായയാണ് കേട്ടോ. അപ്പം എനിക്ക് രാവിലെ ഒന്നും വേണ്ടാഞ്ഞിട്ടാണ് ചിലപ്പോൾ ഞാൻ ബദാമോ ഈത്തപ്പഴമൊക്കെ എടുക്കാറുണ്ട്. ഈത്തപ്പഴമൊക്കെ ഉണ്ട്, കൊണ്ടുവച്ചതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ ഇന്നൊരു ഇപ്പോഴും ചെറിയൊരു തലവേദനയൊക്കെ ഉള്ളതുകൊണ്ട് ചായ മാത്രം കിട്ടിയാൽ മതി എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ. മൂപ്പരുടെ പുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്, മീൻകറിയൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം എനിക്ക് അത് കാണുമ്പോഴൊന്നും എനിക്ക് ഒരു കഴിക്കാൻ തോന്നി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. കാരണം രാവിലെ എൻ്റെ അങ്ങനെ ഒരു മൂടാണ് കേട്ടോ. ഫുഡിന് വലിയ താല്പര്യമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിക്കണം എന്നൊക്കെ. പക്ഷേ എനിക്ക് ആ സമയം ഇങ്ങോട്ട് ഇറങ്ങൂല. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇതുമ്പോൾ കഴിച്ചതും പിന്നെ ഞങ്ങൾ കഴിച്ചതൊക്കെ ഉള്ള പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രമാണ് ആ ഉരച്ച് കേൾക്കുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ഈ ചായ ഉണ്ടാക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം. ഈ പാത്രം നല്ല രീതിയിൽ പിന്നെ മോറാനുണ്ടാവും. അത് അതിൻ്റെ പാലവിടെ പറ്റി പിടിച്ചിട്ടുള്ള സംഭവം ഉണ്ടാവും. പാല് തിളപ്പിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ഓരോരുത്തർ ഓരോ ഇതാണല്ലോ. ചിലർക്കൊക്കെ പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പാല് ചൂടാക്കി പറഞ്ഞതൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ പാലും തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് അതിങ്ങനെ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ട് പാത്രം നല്ല രീതിയിൽ ചായപ്പൊടി പാലൊക്കെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മോറുക എന്നുള്ളത് ഭയങ്കര കുറച്ചൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഇപ്പോൾ ഞാനൊരു ഈ പാത്രം കഴുകുന്ന സാധനം വാങ്ങിയിട്ടുണ്ട്. അത് നല്ല അടിപൊളിയാണ്. ആമസോണിൽ നിന്ന് തുത്തുവിനോട് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓള് വീട്ടിൽ വാങ്ങിയത് കേട്ടോ. അത് ഈ നമ്മൾ കമ്പിച്ചണ്ടി ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉരക്കുന്ന പോലെയാണ്. അതിൻ്റെ ആ ഒരു പാലിൻ്റെ കറയൊക്കെ പെട്ടെന്ന് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഉപകാരമാണ്. നമുക്ക് അതിനായിട്ട് പ്രത്യേക കമ്പിച്ചണ്ടി ഒന്നും അവിടെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അത് പിന്നെ വേഗം ഒന്ന് ജസ്റ്റ് നമ്മൾ വരച്ചാൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് ഇപ്പോൾ വലിയ ഉപകാരമാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പാത്രമൊക്കെ കഴുകി വെച്ച് അവിടേക്ക് ഒന്ന് ക്ലീനാക്കി പിന്നെ അടിച്ചു വാരാനും തുടക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടു. പിന്നെ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ സമയം 10 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുമ്പോൾ സ്കൂളിൽ പോയി ഞങ്ങൾ ചായ കുടിച്ച ആ ഒരു ടൈമാണ് ഇത്. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു വേഗം ഒരു അടിച്ചു വാരി ഒന്ന് തുടച്ചെടുത്ത് നേരമൊക്കെ തുടച്ചപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഒരു 10:45 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി മോൾക്കൊക്കെ പോയി. പിന്നെ ഇറങ്ങി വന്നത് വാങ്ങ് കൊടുത്തതിൻ്റെ ശേഷം കേട്ടോ. ലോറ് വാങ്ങ് കൊടുത്തതിൻ്റെ ശേഷമാണ് വന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മൂപ്പർ പറഞ്ഞു നമ്മൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഈ ഏതായാലും ചോറൊന്നും കഴിക്കൂല. അപ്പോൾ എനിക്കും പുട്ട് തന്നെ മതി, രാവിലത്തെ പുട്ടുണ്ടല്ലോ അപ്പോൾ അതെന്നെ മതി എന്നും പറഞ്ഞു. അപ്പോൾ ഇന്നൊരു പുട്ടുറുമീസലാണ് ഞങ്ങൾ. അതെന്നെ മതി. പിന്നെ മീൻകറി ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പനീർ ഉണ്ടായിരുന്നേ. ഇത് ഇവിടെ ഇന്നലെ മിനിയാന്നിട്ട് പുറത്ത് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. 2 പാക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ചൂടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പനീർ പിന്നെ നമുക്ക് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണല്ലോ. കുറച്ച് കഴിക്കണതൊക്കെ ചപ്പാത്തിക്കൊക്കെ ഇച്ചിരി കഴിക്കണതൊക്കെ നല്ലതാണ്. അതിനൊന്ന് നല്ല ഫാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള, അതായത് ഗുഡ് ഫാറ്റുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ നല്ലതാണ്. ഈ നോൺ വെജ് കഴിക്കുന്ന താല്പര്യമില്ലാത്തവർക്കൊക്കെ വെയിറ്റ് ലോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പ്രോട്ടീനായിട്ടുള്ള റിച്ച് പ്രോട്ടീനുള്ള സംഭവമാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഇളം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചു. എന്നിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ബട്ടറും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്നത്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ എനിക്ക് പനീറിൽ ഇങ്ങനെ വെച്ചാൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിലേക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാം. അതിനൊന്നും ആവശ്യമില്ല. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളിയൊക്കെ വാട്ടി തക്കാളിയും മസാലപ്പൊടികളൊക്കെ ഇട്ടത് അതുപോലെ ഒന്ന് പിന്നെ പെട്ടെന്ന് നമ്മളൊരു 2-3 മിനിറ്റ് മതി ഇത് വേവാൻ. അതുകൊണ്ട് ഭയങ്കര സുഖമാണ്. അപ്പോൾ അതവിടെ ഒരു അടുപ്പത്ത് വേകുന്ന സമയത്താണ് ഞാൻ ഒരു 3 മുട്ട എടുത്തിട്ട് പൊരിച്ചു കേട്ടോ. കാരണം ഇന്ന് ചിക്കനോ ഒന്നും ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടില്ല. അപ്പോൾ മൂപ്പര് മീൻ കറിയത്തെ മീനുണ്ടല്ലോ അത് മതി, എന്നാൽ എനിക്ക് മുട്ട പൊരിച്ചാൽ മതിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മുട്ട എടുത്തിട്ട് ഞങ്ങൾക്ക് 2 കൂടി അങ്ങോട്ട് പൊരിച്ചു. അങ്ങനെ ഒറ്റ പൊരിക വെച്ചിട്ട് ഞങ്ങൾ നടു മുറിച്ചിട്ട് 2 കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ അത് ഒക്കെ സെറ്റാക്കി പിന്നെ ഞാൻ ആ ചട്ടിയിൽ തന്നെ എൻ്റെ ഒരു ചപ്പാത്തി പാക്ക് നമ്മൾ ഈ ഹാഫ് കുക്കഡ് ചപ്പാത്തി ഉണ്ടല്ലോ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ ഒരു ചപ്പാത്തി ഉണ്ട്. ഒരു ചപ്പാത്തി ചൂടാക്കിയിട്ട് ആ ഒരു പകുതി മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പനീർ
കൊടുത്തിട്ട് ഞാൻ പറയില്ല, എനിക്ക് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഇതൊക്കെ കുറച്ച് കൂടുതൽ എടുക്കട്ടെ. പിന്നെ വഴുതനങ്ങ ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ കട്ട് ചെയ്തുണ്ടാക്കാനോ ഒക്കെ മടി. എൻ്റെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമല്ല വഴുതനങ്ങ ഉപ്പേരി, തീരെ ഇഷ്ടമില്ലാത്തൊരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയാലും മൂപ്പരും കഴിക്കില്ല, പിന്നെ എനിക്ക് മാത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇന്നിതാ മുട്ട ഉണ്ട്, പനീറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിന്നെ ലഞ്ചാണ്. നല്ല വയറ് ഫില്ലാവണം, അങ്ങനെ പ്രോട്ടീനാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഫുള്ളാവും, കുറച്ച് നേരത്തിന് വിശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാനൊരു മധുരമില്ലാത്ത കട്ടൻ ചായയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മധുരം തീരെ ഇട്ടിട്ടില്ല. ഞാനത് വെള്ളം കുടിക്കുന്നതിന് പകരം അതൊരു കട്ടൻ ചായ ആക്കിയിട്ട് ഇത്തിരി ചായപ്പൊടി ഇട്ടിട്ട് ചുടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച്, ഫ്ലാസ്കിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ, മധുരം ഇടാതെ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇതാ മുട്ട കൂട്ടി മൂന്നും മിക്സ് ചെയ്തിട്ടാണ് കഴിച്ചത്. ഇതാ തൈര് ഉണ്ടായിരുന്നേ. തൈര് നമ്മൾ വെയിറ്റ് ലോസിന് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. തൈര് നമ്മൾ ഉച്ചക്കത്തെ ഫുഡിലൊക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിക്കണത് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ കൂട്ടി നല്ല അടിപൊളി ലഞ്ചായിരുന്നു. നല്ല വിശന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 12:30 ആയപ്പോഴാണ് ഞാൻ 12:45 വാങ്ങി. ഇപ്പോൾ 12:45 ആ സമയത്തായിട്ട് ഞാൻ മോളിൽ നിന്ന് താഴേക്ക് വന്നത്, മോളിൽ നിന്ന്. അപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാനുള്ള ക്ഷമ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കിയ പാടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ച് ഇരുന്ന് കഴിക്കണേ. മൂപ്പരോടാണ് ഞാൻ സംസാരിച്ച് നിൽക്കുന്നത്. തൈര കൂട്ടി ചപ്പാത്തി പനീർ കഴിക്കാൻ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൂപ്പര് സ്കൂൾക്കൊക്കെ പോയി, സ്കൂൾ ട്രിപ്പിന് പോയി. ഞാൻ ഒരു ചെറിയൊരു ഉച്ചമയക്കം കഴിഞ്ഞിങ്ങനെ എണീറ്റ് ഒരു 4 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് പിന്നെ എന്താ പറയുക, ഒന്ന് ഉറങ്ങിയതുകൊണ്ടാവാം എനിക്ക് ആ സമയത്ത് ചായ കുടിക്കാനൊരു കൊതി. അപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഏതാ ഒരു ചായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അതിക്ക് ഞാനിതായി പോപ്കോൺ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐറൂസ് ഉള്ളതെന്ന് കൊണ്ടേ വെച്ചതാണ് ഇവിടെ. ഇത് ഉണ്ടാക്കണം ഞാൻ വിചാരിച്ച്, പക്ഷെ എൻ്റെ മറന്നുപോയി, ഐറൂസിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഇടങ്ങേറിയിരുന്നു, അല്ലാ ഐറൂസിന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിക്കണേന് കുഴപ്പമില്ലല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടാക്കി എന്നാൽ ബേക്കറി അങ്ങനെയൊന്നും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോപ്കോൺ ഇതാ എനിക്ക് കുറച്ച് ഈ പാത്രത്തിൽ ഇട്ടിട്ട് അതും പിന്നെ ഒരു ചായ ഉണ്ടാക്കി അങ്ങനെ പോന്നു കേട്ടോ. ഒന്നാമത് തലവേദന കൂടുതൽ ഭയങ്കര ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചായ ഇങ്ങനെ കുടിക്കുന്നത് കേട്ടോ. ഇത് ചായ നിർത്താൻ എന്താണ് ഒരു വഴിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും ഞാനൊരു കപ്പ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂട്ടിയിട്ട് ഞാൻ ഇവിടെ ഹാളിലേക്ക് പോന്നു. ആരുമില്ല, ഇതും എത്തിയിട്ടില്ല. സമയം 4 മണി ആവുന്നേ ഉള്ളൂ. എത്തണമെങ്കിൽ 4:30 ആവും കേട്ടോ, മൂപ്പരെത്തണമെങ്കിൽ 5:30 ആവും. അപ്പം ഞാൻ ആ നേരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ എനിക്ക് വയ്യ, കാരണം ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഫോണും കണ്ട് ഇങ്ങനെ കിടക്കുകയെന്നേ, എൻ്റെ ഇടയിലൊന്നിവിടെ ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ എനിക്ക് എണീറ്റപ്പോൾ ചായക്ക് ഭയങ്കര കൊതി, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം കോഫി എന്നൊക്കെ കപ്പുമ്മൽ എഴുതിയിട്ടുണ്ടെങ്കിലും ചായയാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. അവിടെ ഇരുന്ന് അങ്ങനെ ആ ഒരു പോപ്കോണൊക്കെ തിന്നിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചായ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയാം, ചായ മാത്രമാണ് ഇതിലെ ഒരു വില്ലന്, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് എന്തായാലും എല്ലാവരും എന്നെ ചീത്ത പറയുന്നത് എനിക്കറിയാം, ഈ ചായ ഒഴിവാക്കി കൂടെ എന്നുള്ള കമൻറ്റാണ് നമുക്ക് കൂടുതൽ വരാറുള്ളത്. പക്ഷേ ഞാൻ അതിൻ്റെ അപ്പം തന്നെ പറയാറുണ്ട്, ചായ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റിനും ഞാനില്ല. വേണമെങ്കിൽ ഒരു നേരത്തെ ഫുഡ് അങ്ങോട്ട് ഒഴിവാക്കാം, ഞാൻ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കണില്ലല്ലോ, അപ്പോൾ അത് കഴിക്കാത്തത് കൊണ്ട് നമുക്ക് ഇതൊക്കെ കുടിക്കാം, അതൊന്നും പ്രശ്നമില്ല. മെല്ലെ ഒക്കെ റെഡിയാവും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു ഞാൻ. പിന്നെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഓട്സ് കഴിച്ചിട്ട് നിർത്താണ് കേട്ടോ. നമ്മൾ ഓട്സാണ് ഞാൻ വൈകുന്നേരം 5:30 അല്ല 6 മണി തന്നെ ആയിട്ടുണ്ട്, കാരണം എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ തന്നെ 5:30 ആയേ. പിന്നെ മൂപ്പർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു, ഈ ഓട്സ് ഉണ്ടാക്കണമെങ്കിൽ എനിക്കും അതന്നെ മതി, കാരണം രാവിലെ ഉച്ചക്കൊക്കെ പുട്ട് കഴിച്ച് വയറ് പിന്നെ ഗുമ്മായി നിൽക്കല്ലേ. അപ്പോൾ മൂപ്പർ പറഞ്ഞു, എന്നാലും എന്തായാലും ഈ ഓട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കും ഉണ്ടാക്കിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര കൂടുതൽ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊന്നും ഉണ്ടാക്കുള്ളൂ, 2 സ്പൂണേ ഉണ്ടാക്കുള്ളൂ. ഇതാ തവിട് കൂടുതലുള്ള ഓട്സാണ് കേട്ടോ. ഇത് ഇന്നാൾ ഇവിടെ മോള് വാങ്ങി വെച്ച് പോയതായിരുന്നു, ഓൾക്കിത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവിടെ വെച്ചതാണ്. അപ്പോൾ ഞാനത് കഴിക്കേണ്ടത് ഈ ഒരു ഓട്സാണ് കേട്ടോ. ഇത് നല്ല ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവമാണ്. മറ്റേ നമ്മളെ വെളുത്ത ഓട്സ് അല്ല, വെളുത്തത് പെട്ടെന്ന് അലിഞ്ഞു പോകുമല്ലോ, ആ ഒരു ഓട്സ് അല്ല ഇത്. തവിടൊക്കെ കൂടിയിട്ടുള്ള ഷുഗറാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഓട്സാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന സമയമായിരുന്നു ഞങ്ങളുടെ ഒരു വീഡിയോ കോൾ ടൈം. മോളും തുത്തുള്ളൂ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതാ നീനുട്ടിയും വന്നിട്ടുണ്ട്, ഓളും വന്നിട്ടുണ്ട്. അത് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, പിന്നെ ഉമ്മാനെ ആഡ് ചെയ്ത പിന്നെ ഞാൻ വീഡിയോ എടുക്കാനും വിട്ടു കേട്ടോ. കാരണം വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നിന്നതാണ്. അപ്പോൾ ഞാൻ ഇതുമുന്നെ ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ
പാല് ഒരു ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ അത് പിരിഞ്ഞുപോയി. അപ്പോൾ ഞാൻ ഓളോട് പാല് കൊണ്ടുവച്ചപ്പോൾ ഓക്ക് ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ചിപ്സായിട്ട് ഓക്ക് വാങ്ങിയത്. പിന്നെ റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ റോബസ്റ്റ പഴം ഇല്ലാത്തതുകൊണ്ട് മൈസൂർ പഴമാണ് കിട്ടിയത്. അപ്പോൾ അത് ഒന്ന് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണാക്കിയിട്ട് ഇടയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി വൈകുന്നേരം കഴിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ഞാൻ കാണിക്കാവേ. അപ്പോൾ അതാ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പം വേണ്ട വെയിറ്റാണ് കേട്ടോ, 102.1. അതായത് ഇത് 30-ാം തീയതി. അപ്പോൾ 1-ാം തീയതി ആയിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുക. അപ്പോൾ 30-ാം തീയതിത്തെ വെയിറ്റാണിത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല. 102.2 ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ 1 ഗ്രാം അങ്ങനെ 100 ഗ്രാമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പാൻ്റെ ബർത്ത്ഡേ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ആഘോഷിക്കാനൊക്കെ പോയതുകൊണ്ടാവും ഇത്ര ഇതും കൂടിയിട്ടില്ല. ആ ഒരു സംഭവം നിൽക്കുകയാണ്. അപ്പോൾ ഇനി കറക്റ്റ് പോകുമെന്ന് വിചാരിക്കുന്നു. വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഹെൽത്ത് ഇഷ്യൂസൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ മാസം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുന്നോട്ട് കറക്റ്റ് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇനി അപ്പോൾ കറക്റ്റ് നമ്മുടെ 6 മാസം നമുക്ക് 2027 ആവാനുണ്ട്. 6 മാസത്തെ ഒരു ചലഞ്ചായിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഏതായാലും 2-3 ദിവസം കൂടുമ്പോഴും ഞാൻ എന്തായാലും വെയിറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.